ഒരിക്കലും രാജാവിന് അവകാശികളില്ലാതായി. ഒരുപാട് പരിശ്രമിച്ചു, വൈദ്യന്മാരെ കണ്ടു, ചികിത്സകളെടുത്തു, തപസ് അനുഷ്ഠിച്ചു, എന്തു ചെയ്തിട്ടും രാജാവിനൊരു അവകാശിയില്ല. അങ്ങനെ അവസാനം രാജാവ് നിശ്ചയിക്കുകയാണ്, എന്തു തന്നെയാണെങ്കിലും എനിക്കൊരു യുവാവിനെ ദത്തെടുത്താണെങ്കിലും ഒരു നല്ല അവകാശിയെ കണ്ടെത്തിയേ പറ്റൂ. ഇനി ഒരു കുഞ്ഞിനെ ദത്തെടുത്തി വളർത്തിക്കൊണ്ടാനുള്ളതായിരിക്കുന്ന ആയുസ്സാണെങ്കിൽ വയസ്സ് അങ്ങ് മുന്നോട്ട് വന്നിരിക്കുന്നു, അതുകൊണ്ട് അതും നടക്കില്ല. അപ്പോൾ ഒരു യോഗ്യനായിരിക്കുന്ന യുവാവിനെ ദത്തെടുക്കണം എന്ന് രാജാവ് ആഗ്രഹിച്ചു. അങ്ങനെ രാജാവ് ഒരു നല്ല കൊട്ടാരത്തിനൊരു വാതിലും ആ വാതിൽ തുറക്കാനുള്ളതായിട്ടുള്ള ഒരു കണക്ക് അതിൻ്റെ അടുത്തും എഴുതി വെച്ചു. ആരാണോ ഈ കണക്കിന് ഉത്തരം കണ്ടെത്തി വാതിൽ തുറക്കുന്നത് അവർക്ക് കൊട്ടാരത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശനമാണെന്നും അവകാശി അവരാവുമെന്നും രാജാവ് പ്രഖ്യാപിച്ചു. അങ്ങനെ നിരവധി പേര് ആ കണക്കിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി വന്നു. പലരും വന്നു, എക്സ്പേർട്ടായിരിക്കുന്ന പലരും വന്നു, ബുദ്ധിരാക്ഷസന്മാരെന്ന് പറയുന്ന ആളുകൾ വന്നു, ബുദ്ധിമാന്മാർ വന്നു. ആർക്കും അതിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം ആ കണക്കിന് രാജാവ് വിചാരിക്കുകയാണ്, ഇനി എന്തായാലും ഒരു അവകാശം ഉണ്ടാവുമോ എന്ന് അറിഞ്ഞൂടാ, ഇത്രയും ബുദ്ധിയുള്ള ഒരാളില്ല എന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അന്യദേശത്ത് നിന്ന് 3-4 കണക്കിലെ അതീവ പണ്ഡിതന്മാരായിരിക്കുന്ന 3-4 പേര് രാജ്യത്ത് വന്നു. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു യുവാവായിരിക്കുന്ന ഒരാളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ആ കണക്കുകൾ നോക്കിയും കുത്തിക്കുറിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ യുവാവ് ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഇരുന്നുകൊണ്ട് ഇവരെല്ലാം ചെയ്യുന്ന കർമ്മം നോക്കിക്കൊണ്ടേയിരിക്കുക മാത്രമാണ്. അപ്പം രാജാവ് ഒരു സേവകനെ അയച്ച് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് കണക്കൊന്നും നോക്കാതെ അനങ്ങാതെ നോക്കിയിരിക്കുന്നത് എന്ന് പറയും. അല്ല, ഇത്രയും പണ്ഡിതന്മാരായിരിക്കുന്ന ഗണിതശാസ്ത്രത്തിലെ വിചക്ഷണന്മാരായിരിക്കുന്ന ഇവരെല്ലാം ഇത്രയും അധികം പരിശ്രമിച്ച് നോക്കുന്നുണ്ടല്ലോ, പിന്നെ അവർ കണ്ടെത്തട്ടെ, പറ്റൂല്ല എന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ടാവാന്ന് പറയാണ്. അങ്ങനെ അവർ പരമാവധി ശ്രമിച്ചു. ഈ യുവാവ് അവർ ഓരോരുത്തരും ചെയ്യുന്നത് നോക്കിയിരിക്കുക മാത്രം ചെയ്തു. ഏതാണ്ട് ഒരു 1-2 മണിക്കൂർ സമയം കഴിഞ്ഞു. പരിശ്രമങ്ങൾക്കൊടുവിൽ ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധ്യമല്ല, നമുക്കും ഈ വാതിൽ തുറക്കാൻ പറ്റില്ല എന്ന് ഈ മാത്തമാറ്റീഷ്യൻസ് പറയുകയാണ്. അപ്പോൾ ഈ യുവാവ് എന്ത് ചെയ്യും? നേരെ പോയിട്ട് ആ വാതിൽ അങ്ങ് തള്ളിയപ്പോൾ ആ വാതിൽ തുറന്നു. അപ്പോൾ വാതിൽ തുറന്നു, അതുകൊണ്ട് യുവാവിനകത്തേക്കുള്ള പ്രവേശനമായി. രാജാവിന് വലിയ സന്തോഷമായി. അപ്പോൾ ഈ കണക്കിലെ എക്സ്പേർട്ടായിരിക്കുന്ന ആളുകൾ ഓടി വന്ന് ചോദിക്കുകയാണ്, നീ എന്ത് മാജിക്കാണ് ചെയ്തത്? നിനക്ക് എങ്ങനെയാണോ തുറക്കാനുള്ള വിദ്യ കണ്ടെത്തിയത്? അത് ഏത് കണക്കാണ് ഉപയോഗിച്ചതെന്ന് പറയാം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയും, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത്രയും പ്രാവശ്യം ഇത്രയും ബുദ്ധിമാന്മാരായിരിക്കുന്ന എല്ലാവരും നോക്കിയിട്ടും ആ വാതിൽ തുറക്കാൻ ഒരു കണക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം ആ കണക്കിൻ്റെ ഉള്ളിൽ അതിന് ഉത്തരമില്ല, വേറെ എവിടെയോ തിരയണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അടച്ചിട്ടില്ലെങ്കിലോ ഒന്ന് തള്ളി നോക്കിയാലോ എന്ന്. സ്വന്തം ശക്തി ഉപയോഗിച്ചു, അത് തുറക്കപ്പെടുകയും ചെയ്തു എന്ന്. പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ പ്രശ്നം വീണ്ടും വീണ്ടും നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ, നമ്മൾ അതൊന്ന് പുറത്ത് കൊണ്ടുപോവുകയില്ല. അതേസമയം എപ്പോഴാണോ നമ്മൾ സ്വന്തം കർമ്മത്തിൽ, സ്വന്തം ആത്മവിശ്വാസത്തിൻ്റെ ആധാരത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റെഗുലറായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൻ്റെ ഉപരിയായിക്കൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴിക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക്. അഥവാ ആ പ്രശ്നത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മനസ്സിനെ പ്രശ്നത്തിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ഒരു സൊല്യൂഷന് വേണ്ടി പരിശ്രമിച്ചു നോക്ക്. അവിടെ തീർച്ചയായിട്ടും നമുക്കൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്ന് പറയും. ആ ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് പുറത്ത് കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളായേ നമുക്ക് തോന്നില്ല. നമുക്കതൊരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം മാത്രമാണ്. ഇത് കടന്നുപോയി അതിൻ്റെ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊരു കസേരയിൽ ഇരിക്കുകയാണ്, ആ കസേരയിൽ നമ്മൾ അങ്ങ് ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോലും നമുക്ക് സാധ്യമല്ല. അതേസമയം നമ്മൾ കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒട്ടിയിട്ടില്ല എങ്കിൽ ഫ്രീ ആണ്. നമുക്ക് വേണമെങ്കിൽ ആ കസേര എടുത്ത് എവിടേക്ക് മാറ്റി വയ്ക്കാം, അങ്ങോട്ട് വേണമെങ്കിൽ ഇരിക്കാം, ഇങ്ങോട്ട് വേണമെങ്കിൽ ഇരിക്കാം. ഇനി ആ കസേരയിൽ നിങ്ങൾ ഒട്ടിപ്പോയ സമയത്ത് നിങ്ങളുടെ ബോഡി പോസ്റ്റർ ഒന്ന് നോക്കി നോക്കിയേ, കസേരയുടെ ഷേപ്പ് എന്തോ അതായിരിക്കും നമ്മുടെയും ഷേപ്പ്. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഫിസിക്കലായിരിക്കുന്ന നമ്മുടെ പ്രസ്റ്റീജ്, പ്രിവിലേജ്, ക്ലാസ്, ആളുകൾ എന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ഇങ്ങനെയുള്ളതായിരിക്കുന്ന 100 കൂട്ടം ചിന്തകളിലുള്ളിൽ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നമ്മളെ ആ പ്രശ്നവുമായി ബന്ധിപ്പിക്കുമ്പോൾ അത്തരം കയറുകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടു പോയാൽ ഒരിക്കലും സ്വന്തം പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. അതേസമയം ഏത് നിമിഷമാണോ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു കാഴ്ചക്കാരനെ പോലെ ആ കാര്യത്തെ കാണാൻ പറ്റുന്നത്,
അവിടെ എല്ലാ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അതിൽ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു കാഴ്ചക്കാരനെ പോലെ മാറി നിന്ന് കാണുന്നുണ്ടെങ്കിൽ, ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ സമയത്ത് നോക്കിയാൽ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അതിന് മാറി നിന്ന് കാണുന്ന ഒരു അഭ്യാസം നമുക്കുണ്ടായിരിക്കും. ഗീതയിൽ സാക്ഷി ദൃഷ്ട എന്ന് പറയും പോലെ സ്വന്തം ജീവിതത്തെ ഒരു കാഴ്ചക്കാരനെ പോലെ കാണാനുള്ളതായിരിക്കുന്ന അഭ്യാസം. ഇത് തന്നെയാണ് രാജയോഗ ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കലകളും സ്വന്തമാക്കാനുള്ള അതീവ ഗുഹ്യ രഹസ്യമാണ് രാജയോഗ ധ്യാനം എന്ന് പറയുന്നത്. കഴിയുമെങ്കിൽ ഓൺലൈനിൽ അതിൻ്റെ ക്ലാസ് പഠിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ദിവസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ അരമണിക്കൂർ സമയം, സന്ധ്യയ്ക്കോ രാത്രി ഉറങ്ങും മുന്നോ അരമണിക്കൂർ സമയം മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെച്ച് ഏകാഗ്രതയോടുകൂടി സ്വന്തം ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആത്മസ്ഥിതിയിൽ അനുഭൂതി ചെയ്യുമെങ്കിൽ എന്ത് പ്രോബ്ലം വരുമ്പോഴും ഒരു കാഴ്ചക്കാരനെ പോലെ അത് കാണാനും, ഈ കോട്ടയ്ക്കുള്ളിലിരിക്കുന്ന രാജാവിനെ പോലെ തൻ്റെ പ്രോബ്ലംസ് കണ്ടുകൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വിജയത്തിൻ്റെ വാതിൽ തുറക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.